ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജിസേൽ താക്കറേൽ പുറത്താകുന്നു. അതിലേക്കാണ് പല കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത്. നല്ല സാധ്യതയുണ്ട് ജിസേലിന്. കാരണം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ മുതൽ ഹൗസിൽ നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളാണ് ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങളും വസ്ത്രങ്ങളും മാത്രമേ ബിഗ് ബോസിനുള്ള കണ്ടസ്റ്റൻസ് ഉപയോഗിക്കാവൂ എന്നത്. പക്ഷേ തുടർച്ചയായി റൂൾ ബ്രേക്ക് ചെയ്യുന്ന ജിസേലിനെയാണ് പലതവണ കണ്ടത്. ചിലപ്പോഴൊക്കെ ടാസ്ക് നിർത്തിവെച്ച് പോലും ഈ റൂൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് ബിഗ് ബോസ് സംസാരിച്ച് കണ്ടിട്ടുണ്ട്. കർശനമായ താക്കീതും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേലിൻ്റെ പെട്ടി ലാലേട്ടൻ വരുത്തിച്ചിട്ട് നാട്ടിലേക്ക് കൊടുത്തു വിടുകയാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഒരു ദയവുമില്ലാതെയാണ് ജിസേൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. കാരണം പലപ്പോഴും പല കണ്ടസ്റ്റൻസും അത് തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്തിട്ടും ജിസേൽ അതൊക്കെ നിഷേധിക്കുകയാണ്. അവിടെയുള്ള ക്യാമറകളെ പറ്റിക്കാൻ എളുപ്പമല്ല എന്നുള്ളത് ഇടയ്ക്കൊക്കെ ജിസേൽ മറന്നു പോകുന്നു എന്ന് തോന്നുന്നു. ജിസേലിൻ്റെ ചില പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴത്തെ ജിസേലുമായിട്ട് ആ ജിസേലിന് യാതൊരു ബന്ധവുമില്ല. സിനിമ മോഡലിംഗ് രംഗങ്ങളിലും ഷോ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ തങ്ങളുടെ ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും നിലനിർത്താൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് പതിവാണ്. അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ജിസേലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ബൊട്ടോക്സ്, ഫില്ലേഴ്സ്, കോസ്മെറ്റിക് സർജറീസ് ഇതൊക്കെ തുടർ ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. കാലക്രമേണ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് വഴി കൂടുതൽ ദോഷങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ഫേസിന് ഭംഗി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഫേസിൻ്റെ രൂപം വികലമാകുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഒരു പക്ഷേ തുടർച്ചയായി ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ സൈഡ് ഇഫക്ട്സ് മറയ്ക്കാൻ വേണ്ടിയാവാം ജിസേൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കരുതാം. പക്ഷേ ബിഗ് ബോസ് കൊടുത്തതിലും കൂടുതൽ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഇതൊക്കെ ജിസേൽ യൂസ് ചെയ്യുന്നതായിട്ട് പല മത്സരാർത്ഥികളും കംപ്ലയിൻറ്റ് പറഞ്ഞു. അനുമോള് മാത്രമല്ല, ബിന്നി കണ്ടിട്ടുണ്ട്. അതുപോലെ പല കണ്ടസ്റ്റൻസും കണ്ടിട്ടുമുണ്ട്. ജിസേലിനോട് നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുമുണ്ട്. ബിഗ് ബോസിനോട് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ സീസൺ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തന്നെ പറയാം. പലതും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം എല്ലാം തീരുമാനിക്കുന്നതും എല്ലാത്തിൻ്റെയും അതോറിറ്റേറിയനും ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസിന് എന്തും അവിടെ ഒരു നിലപാടെടുക്കാവുന്നതാണ്. ജിസേലിനെ തിരിച്ചു വിളിക്കാൻ പറ്റും. ജിസേലിനോട് ഈ ഷോയിൽ ക്വിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ വിചാരിക്കാം. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശിക്ഷ കൊടുക്കുന്ന ഒരു സീസണാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ജിസേലിൻ്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുക്കുക എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ മേക്കപ്പ് എന്നുള്ളത് കോൺഫിഡൻസ് കൂട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമായിരിക്കില്ല ഇവിടെ. ജിസേൽ തൻ്റെ അപാകതകൾ മറച്ചു വെച്ച് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല രീതിക്ക് വരണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാവാം ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ജിസേലിനെതിരെ നടപടി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.